ഹലോ, വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി. വല്ലാതെ സ്നേഹിക്കണുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊക്കെ പാടെ കൊഴിഞ്ഞ് ചാടിയോ? ക്യാമറയിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവസാനം വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടാവോന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാക്കല ഇങ്ങനെ ഒരു ട്രാജഡി. പിന്നെ ഒരു കാര്യം പറഞ്ഞു, മെയിൻ കാര്യം എന്താക്കലെന്നാവും അവസ്ഥ. സോപ്പിന്റെ അവസ്ഥ കണ്ട ആരും പേടിച്ചൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോ ഇന്ന് നിങ്ങൾ തമ്പനയിൽ ഇപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. ഇത് നമ്മളെന്താ ചെയ്യണേ, മേക്കപ്പ് ടട്ടയിലാണ്. മേക്കപ്പ് ടട്ടയിൽ പറയുമ്പോ പുട്ടിയിടൽ തന്നെ. നമ്മളൊന്ന് പുട്ടിപ്പൊടി എങ്ങനെ ഇടുന്നുണ്ട് എന്നാണ് കാണിക്കണേ. പുട്ടിപ്പൊടി എന്നൊന്നും പറയല്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യല്, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, ഇതിങ്ങനെ ചെയ്യണോന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്നാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത്. അപ്പോ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചാൽ നമുക്ക് വേഗം വീഡിയോക്ക് പോവാം. അപ്പൊ ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചൊക്കെ സെറ്റായി നിന്നിക്കണം. അപ്പൊ ഇന്ന് ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടിക്കണ വെച്ചാല്, ഞാനൊരു ഡ്രസ് കളക്ഷൻ വീഡിയോയിൽ കാണിച്ചിരുന്നേ. ഒരു ജംപ് സൂട്ടാണ് ഇട്ടിക്കണത്. ഫുള്ള് കാണില്ലല്ലേ, അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. നേരത്തെ വീഡിയോക്ക് പോവാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, മുഖം ഒന്ന് കഴുകുക. നമുക്കൊന്നല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുക, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക. സോപ്പിന്റെ അവസ്ഥ കണ്ട ആരും പേടിച്ചൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് ഉപയോഗിക്കണ സോപ്പാണ്. സോപ്പ് കഴിഞ്ഞിട്ടുള്ള സംഭവം. അപ്പോ ഞാനിപ്പോ സോപ്പ് ഇടാൻ പോകാൻ കഴുകണത്. ഫേസ് വാഷ് ഉപയോഗിക്കാൻ പേടിയാണ്, കുരു എങ്ങാനും പൊന്തോ എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ നമുക്ക് സോപ്പിട്ട് മുഖമൊക്കെ കഴുകി സെറ്റാക്കാം. നമ്മള് മുഖം സോപ്പൊക്കെ ഇട്ട് കഴുകി ഇനി നമ്മള് ഫൗണ്ടേഷനാണ് തേക്കാൻ പോണത്. ഫൗണ്ടേഷൻ എപ്പോഴൊന്നും തേക്കൂല കേട്ടോ, കാരണം ഇച്ച് പേടിയാണ് കുരു പൊന്തൂന്ന്. കാലത്തേലും ഇങ്ങനെ കുരൊന്നും പൊന്താത്ത വല്ല പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയാൻ നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് ചെയ്യട്ടോ. അപ്പോ നമുക്ക് ഈ ഫൗണ്ടേഷൻ തേക്കാം. കുരു പൊന്താതിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇത് സംഭവം എന്താ വെച്ചത്, ഇത് തേക്കണ സംഭവം ഒന്നും അല്ല കേട്ടോ. ഇതേ നമ്മൾ ഈ മുടിമൊക്കെ വെക്കൂലേ, ബഫോ അങ്ങനെ എന്തൊരു സംഭവം അല്ലേ, ആ സംഭവമാണ് അവസ്ഥ. പാവം ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഡോട്ടായിട്ടാണ് സാധാരണ ഇടല്. അതാകുമ്പോ എന്താ പറയാ, നമുക്കൊരു സമാധാനം. അപ്പൊ നമ്മളിത് മുഖത്ത് തേച്ചു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി കണ്ടിരുന്നത്. അവസാനം വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടാവോന്നൊന്നും അറിയില്ല. നമുക്ക് പൗഡറാണ്, അപ്പൊ അത് നമുക്കിടാം. ക്യാമറയിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ഇനി എന്താക്കലെന്നാവും അവസ്ഥ. അപ്പൊ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. ഈ പൗഡർ ഇടുമ്പോ നമ്മളത് ഈ ചുണ്ടുമ്മയും കൂടി ഇങ്ങനെ ഇടും. കാരണം നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അതെന്താവാൻ കറക്റ്റ് ഇങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ പൗഡറും അങ്ങനെ പുട്ടിടൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ അടുത്ത എന്താ വെച്ചാൽ, ഞാനിത് ലിബാമാണ്, സാധാ ലിബാമാണ്. അത് നമ്മൾ ചുണ്ടുമ്പപ്പോൾ തേക്കും. കാരണം പിന്നെ കൺമശി ഇടുമ്പോഴത്തേക്കും ഈ ലിബാം നമ്മൾ ചുണ്ടുമ്പോൾ സെറ്റ് ആവണം, എന്നിട്ടുള്ളൂ നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ പറ്റുക. അതൊക്കെ എല്ലാവർക്കും അറിയണത് ആക്കരം. എന്നാലും അതിനിടയ്ക്ക് വേറൊരു സംഭവം സംഭവിച്ചു. ഞാൻ ആദ്യം ഐക്കോണിക് കാജലാണ് അടിയിലിടാൻ കരുതിയിരുന്നത്. അത് ഞാൻ നോക്കുമ്പോൾ അത് കാണാനില്ല. അപ്പൊ ഞാൻ പിന്നെ ഐബ്രോ അതാണേലും ഇടാം, അങ്ങനെ ഞാൻ യൂസ് ചെയ്യലുണ്ട്. അപ്പൊ അത് ഇടാന്ന് കരുതി ഇവിടെ കൊണ്ടു വെച്ചിരുന്നതാ. അപ്പൊ അതും കാണാനില്ല. ഞാൻ അത് തപ്പി കണ്ടെടുത്തട്ടെ. ആദ്യമായിട്ടാക്കല ഇങ്ങനെ ഒരു ട്രാജഡി. അപ്പൊ ഞാനത് പോയി തപ്പി പിടിച്ചിട്ട് വരാട്ടോ. ഒരു വിധത്തിൽ കിട്ടി, ഐക്കോണിക് കാജൽ കിട്ടിയില്ല. അവസാനം നമുക്ക് ഇതാ ഈ ഐബ്രോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ സൂര്യപ്രകാശം. ഞങ്ങളെ വീട്ടില് അടിയില് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇരുന്നത്. അപ്പൊ സൂര്യൻ നിന്നെ വല്ലാതെ സ്നേഹിക്കണുണ്ടോ എന്നൊരു ഡൗട്ട്. കൺമശൊക്കെ ഇടുമ്പോ കണ്ണിന്ന് വെള്ളം വരിക. ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് വ്ളോഗ് ചെയ്യണേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഞാനിനെ ചീത്തൊന്നും വിളിച്ചതിട്ട് ഇമ്മാരി കാട്ടിക്കൂട്ടിയിട്ട്. ശരിക്കുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് ആരെങ്കിലും കണ്ട ഇന്നെ തെറി വിളിച്ച് കൊല്ലും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെ അടിയിൽ കൺമശിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ മേലെ കൺമശിടാൻ പോവാണ്. എനിക്ക് ഈ മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൺമശിട്ടിലാണ്. ഞാൻ എന്തിട്ടിട്ടില്ലേലും മേക്കപ്പ് എന്തിട്ടിട്ടില്ലേലും കൺമശി എന്തായാലും ഇടും. ഏറ്റവും കൂടുതൽ ഇഷ്ടം കൺമശിടുന്നതാണ്.
അയ്യോ അതൊക്കെ പാടെ കൊയിഞ്ഞ് ചാടിയോ. അപ്പുറത്തെ വീട്ടിലും പണി നടക്കുക, അതിന്റെ ഒച്ചയും എന്റെ വീട്ടിലും പണിയെടുക്കുക, അതിന്റെ ഒച്ചയൊക്കെ ആകെപ്പാടെ ട്രാജഡി ആവും ഈ വീഡിയോ മിക്കവാറും. അപ്പൊ ഞാൻ മേലെ ഇതാട്ടോ ഇടാൻ പോണത്. ഇത് ഡാസ്ലറിന്റെ പോലത്തെ സ്കെച്ച് മാതിരിയുള്ളൊരു ഐലൈനറാണ്, സ്കെച്ച് ഐലൈനർ അങ്ങനെ പറയാം. അപ്പൊ സ്കെച്ച് പെൻ അങ്ങനെ ഉള്ളൊരു കൺമഷിയാണ്. അപ്പൊ ഇതാണ് ഞാൻ മേലെ ഇടാൻ പോണത്. അയ്യോ ഈ സാധനം കൂടി ഞാൻ ഇറങ്ങാറായി. അപ്പൊ നമ്മള് മേലെ അടിയിലിട്ട് ഇനി ഞാൻ ഐലൈനർ കൊണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടോ. എവിടെയെങ്കിലും കുത്തുമുള്ളി എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഐലൈനർ കൊണ്ട് കണ്ണൊന്നും കൂടി സെറ്റ് ആക്കി എടുക്കണം. എന്നാലുള്ളൂ ഞാൻ കൺമശിട്ട് എന്നുള്ളൊരു പെർഫെക്ഷൻ എന്റെ മനസ്സമാധാനത്തിന് വരിക. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കി എടുക്കാം. സൂര്യനെ സ്നേഹിച്ചു കൊല്ലല്ലേ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇവിടെ ഇട്ടു. ഇനി നമ്മൾ ഈ ലാഷസുമേ മസ്കാര ഉപയോഗിക്കാം. പക്ഷെ ഞാൻ മസ്കാര അല്ല ഉപയോഗിക്കൽ. ഞാൻ പാവ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഈ ഐലൈനർ ഇങ്ങനെ ഇടും. ഞാൻ അടിയിൽ ഇടലില്ല കേട്ടോ. അടിയിൽ ലാഷസും ഇടലില്ല, മേലത്തെ ലാഷസുമേ മാത്രമുള്ള ഇടല്. അപ്പൊ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാലോ. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ചുണ്ടുമ്മ മാത്രമല്ല ഇടല്. എല്ലാരും എങ്ങനെ നിൽക്കറിയില്ല. ചിലവരും ഞാൻ കാണുന്നമാതിരി കാണുന്നുണ്ടാവും. ഞാൻ എന്താ കാട്ടില് വെച്ചാ ചുണ്ടുമ്മ ഇടും. എന്നിട്ട് ഞാൻ എന്താ കാട്ടാ നിങ്ങളപ്പ കാണും. ചുണ്ടുമ്മ ഇടും. ചുണ്ടുമ്മ ഇട്ടതിന് ശേഷം ഞാന് മൂക്കുമ്മ ഇടും. പിന്നെ അതേമാതിരി ഞാൻ ഈ കവിളുമ്മയും മൂക്കുമ്മയും ഇടുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. റോസ് കളർ വരുന്ന കരുതിയിട്ടൊന്നല്ല, അത് ആ ഇടുമ്പോ അപ്പം ഉണ്ടാവും, പിന്നെ അത് പോകും. അത് ചിലപ്പോൾ എന്റെ ലിപ്സ്റ്റിക്കിന്റെ അല്ലെങ്കിൽ എന്റെ സ്കിന്നിന്റെ കുഴപ്പമാക്കരം അറിയില്ല. അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പൊട്ടിയിടല്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല്. അതിൽ ഫൗണ്ടേഷനും പൗഡറും ഞാൻ ചിലപ്പോഴുള്ളൂ കേട്ടോ ഇടല്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, മെയിൻ കാര്യം ഇപ്പൊ എന്താ മറന്നു വെച്ചാല് സ്പ്രേ ആണ്. ഇനി ഇതിന്റെ ഒരു കുറവ് തന്നെ ഉള്ളു മിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇതങ്ങനെ നടിക്കാം. ഒക്കെ റെഡിയായി. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എന്തായാലും മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. എന്തായാലും കണ്ണിന് വലിയ മാറ്റമുണ്ട്, ചുണ്ടിനും കളറ് മാറിയിക്കണം. അപ്പോ സത്യം പറഞ്ഞാല് അങ്ങനെ ഞാൻ ചെറുപ്പത്തിലൊക്കെ മേക്കപ്പ് ചെയ്യണ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ വീട്ടുകാരെല്ലാം വന്ന ഓലെ മേക്കപ്പ്, ചെറിയ കുട്ടികൾട്ടോ വലിയവരല്ല, ഓലെ മേക്കപ്പ് ചെയ്ത് വെറുപ്പിച്ചിട്ടേ ഓലെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വിടുള്ളൂ ചെയ്തീന്ന്. അതൊക്കെ ഒരു കാലം. ഇപ്പൊ പിന്നൊക്കെ മേക്കപ്പിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ മീൻസ് അത്ര ചെറുതായിരുന്നല്ല, 1 കൊല്ലോ 2 കൊല്ലോ മുമ്പ് വരച്ച് മേക്കപ്പ് പറഞ്ഞ ഭ്രാന്തായിരുന്നു. ഇപ്പൊ ആ ഭ്രാന്ത് കുറച്ചൊക്കെ കുറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ഫൗണ്ടേഷനും പൗഡറും ഇതുവരെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നിർത്താൻ കാരണം എന്താ വെച്ചാൽ കുരു പൊന്തണ്ടോന്നൊരു തോന്നല്. അതാണ് പിന്നെ ഞാൻ നിർത്തി. അപ്പൊ നിങ്ങൾ ഈ കുരു പൊന്താത്ത വല്ല ഫൗണ്ടേഷനോ ക്രീമോ നല്ല പൗഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ നമ്മളെ ഈ ചളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് ചളി കൂടുതൽ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിഡിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.